എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മസാല ദോശയും 2 തരം ചമ്മന്തികളുടെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ മസാല ദോശ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു മസാല ദോശയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. മസാല ദോശയുടെ മാവ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ദോശയ്ക്ക് തയ്യാറാക്കുന്ന രീതിയിലല്ല. ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തിയാണ്. തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി. എണ്ണ കുറച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നമ്മൾ ചമ്മന്തിയിൽ ചേർക്കുമ്പോൾ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 5-6 വറ്റൽമുളകാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് കഷ്ണങ്ങളാക്കിയത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സവാള കഷ്ണങ്ങളാക്കിയത്. സവാള പൊടിയായിട്ടോ ഒന്നും അരിയണ്ട, കഷ്ണങ്ങളാക്കി തന്നെ ഇട്ടാൽ മതി. നമ്മളിത് വഴറ്റിയിട്ട് അരച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2-3 തക്കാളി. ഒരുപാട് പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1-2 ചേർത്താൽ മതി. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നല്ലതായിട്ട് വെള്ളമുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇതിങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ല, ഇതിൽ കടുക് വറുത്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കടുക് വറുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2 ചമ്മന്തിക്കും കൂടെ കടുക് വറക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി ഗാർലിക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു പുതിന ചട്നിയാണ്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 മുറി മുതൽ അരമുറി വരെ തേങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ തേങ്ങയാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി, 3-4 അല്ലി ചെറിയ ഉള്ളി എടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള 3 പച്ചമുളകും, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർക്കാം. ഒരുപാട് പുതിനയില ആയാലും ഒരു ചെടിപ്പ് വരും. പിന്നെ ഇതിലേക്ക് നല്ല കട്ട തൈരാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് വരെ വെള്ളം മതി. ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ കുറച്ച് കുറുക്കിയിട്ടാണ് ചമ്മന്തി അരച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാൻ നേരത്ത് 2 ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള കടുകാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കടുക് പൊട്ടി വന്നാൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല ദോശയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. മസാലയിൽ കടലപ്പരിപ്പ് ഇടയ്ക്ക് കടിക്കുന്നത് നല്ലൊരു രസമാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പില നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറണം. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അത് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിനി ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ദോശമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മസാല ദോശ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ദോശമാവ് എടുക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് 1/2 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരയ്ക്കാൻ നേരത്ത് ചോറ് അല്ലെന്നുണ്ടെങ്കിൽ അവൽ കുതിർത്തത് ഏതെങ്കിലും ചേർത്ത് അരയ്ക്കാം. അപ്പോൾ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ദോശയാക്കാം. ഒരു ഇരുമ്പിൻ്റെ ദോശത്തവയാണ്. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. കാരണം ദോശത്തവയുടെ ചൂട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തളിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് പരത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു തവിയും കുറച്ചുകൂടെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യോ നല്ലെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈ മസാല ദോശ തയ്യാറാക്കുമ്പോൾ നമ്മൾ ദോശ തിരിച്ചിടാതെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയിൽ നിന്നും 1-2 ടീസ്പൂൺ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. നല്ല മൊരുമൊരാന്നിരിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഏത് മസാല ദോശയാണെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ അത് തണുത്ത് പോവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തൊന്നുകൂടെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കാം. ഇനി ഈ ദോശമാവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചട്ടിതം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് മസാല ഇല്ലാതെ പ്ലെയിൻ ആയിട്ടും ഗീ റോസ്റ്റായിട്ടും ഈ മാവ് വെച്ചിട്ട് ദോശ നല്ല ടേസ്റ്റിയാണ്. സാധാരണ ദോശമാവിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ് നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്